Hi dear students, അസൈൻമെൻറ്റ് മോഡലിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ്. അസൈൻമെൻറ്റ് മോഡലിൽ മെയിനായിട്ട് വരുന്നത് അസൈൻമെൻറ്റ് മോഡലായ ഹംഗറി മെത്തേഡാണ്. ഹംഗറി മെത്തേഡിൻ്റെ അൽഗോരിതം, പ്രോബ്ലം സോൾവിങ്, പിന്നെ ഹംഗേറിയൻ അൽഗോരിതത്തിൽ നമുക്ക് അസൈൻമെൻറ്റ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അസൈൻമെൻറ്റ് അൽഗോരിതം എന്ന് പറഞ്ഞാലും ഈ ഹംഗറി മെത്തേഡിൻ്റെ അൽഗോരിതമാണ്. പിന്നെ അതിൽ പറയുന്നൊരു ഇമ്പോസിബിൾ അൽഗോരിതം ഉണ്ട്, അതായത് ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളൊരു അൽഗോരിതം. പിന്നെ പറയുന്നത് ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലമാണ്. അതാണ് ഇതെടുക്കാൻ പോകുന്നത്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ പേപ്പർ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എന്താണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്നും അത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ അതെങ്ങനെയാണ്, അതായത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഗ്രാഫ് പഠിക്കുമ്പോഴാണ് നമ്മളത് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷേ അതേസമയം ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഒരുപാട് സിറ്റുവേഷനിൽ വരുന്നുണ്ട്. ഒരു ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ആ ഒരു സെക്ഷനിൽ മാത്രമല്ല, അതിലും മാത്രമല്ല വേറെയും ഒരുപാട് സെക്ഷനിൽ ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള പേപ്പറിൽ അസൈൻമെൻറ്റ് മോഡൽ എന്നുള്ള സെക്ഷനിൽ എങ്ങനെയാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം വരുന്നത്, അല്ലെങ്കിൽ ഹംഗേറിയൻ മെത്തേഡ് വഴി എങ്ങനെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ എന്താണ് ട്രാവലിംഗ് സെയിൽസ്, ഏതൊരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിലും ഏതൊരു മോഡലിൽ പറയുകയാണെങ്കിലും ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലത്തിൻ്റെ കണ്ടൻറ്റ് സെയിമാണ്. കണ്ടെത്തുന്ന മെത്തേഡിലെ ഡിഫറൻസ് ഉള്ളൂ. എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാവരിലും സെയിമാണ്. അപ്പോൾ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. A traveling salesman named Rover plans to visit each of n cities. He wishes to visit each city once and only once, arriving back to city from where he started. The distance between city I and city J is CIJ. റോവർ എന്നുള്ളൊരു സെയിൽസ്മാൻ വിസിറ്റ് ചെയ്യുന്ന സിറ്റീസാണ്. കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിറ്റിയിൽ നിന്നും വീണ്ടും ആ സിറ്റിയിലോട്ട് തിരിച്ചു വരരുത്, അല്ലെങ്കിൽ ആ സിറ്റിയിലൂടെ തന്നെ കടന്നു പോകരുത്. അപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റി അങ്ങനെ പോകണം. അങ്ങനെ മാക്സിമം എത്ര സിറ്റീസ് കവർ ചെയ്യാം, അത് തുടങ്ങിയിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും വേണം. അത് മാത്രമല്ല കുറഞ്ഞ ഡിസ്റ്റൻസ് വേണ്ട, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ 4-5 സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു 4-5 സിറ്റിയും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ടിലൂടെ പോവും, അല്ലേ? അല്ലാണ്ട് ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് വീണ്ടും അങ്ങനെയല്ലല്ലോ നമ്മൾ പോവാറ്. ആ ഒരു രീതി തന്നെയാണ് പറയണത്. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റാണ് അവിടെ കാണിക്കുന്നത്. ഇഫ് ദർ ആർ n cities, there are n-1 factorial possible ways for this tour. For example, if a number of cities to be visited is 5, then there are 4 factorial different combinations. Such as type of problems can be solved by the assignment method. അതായത് ഒരു n cities, ഇപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ വേണമെങ്കിലും ആവാം. n സിറ്റിയാണ് വിസിറ്റ് ചെയ്യേണ്ടത് എങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാനുള്ള പോസിബിളായിട്ടുള്ള കേസുകൾ n-1 ഫാക്ടോറിയൽ ആണ് എന്നാണ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഒരു 5 സിറ്റി ഉണ്ടെങ്കിൽ 5-1 ഫാക്ടോറിയൽ, അതായത് 4 ഫാക്ടോറിയൽ. നമുക്കറിയാം 4 ഫാക്ടോറിയൽ എന്ന് പറയാൻ 4 × 3 × 2 × 1 ആണ്. അപ്പോൾ അത്രയും കേസുകൾ 4 × 3 12, 12 × 2 24 വേസ് വരും. അതാണ് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ n സിറ്റീസിൻ്റെ n-1 ഫാക്ടോറിയൽ പോസിബിൾ കേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെ അസൈൻമെൻറ്റ് പ്രോബ്ലമായി സോൾവ് ചെയ്യാമെന്നാണ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ സിറ്റീസ് 1, 2, 3, 4, 5 ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകലായതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ റോ ആയിട്ടും കോളമായിട്ടും നമ്മൾ സിറ്റീസ് തന്നെയാണ് എഴുതുക. അപ്പോൾ 1, 2, 3, 4 തന്നെയായിരിക്കും. ഒന്ന് ഫ്രം, ഒന്ന് ടു ആയിരിക്കും, പോകുന്നതും ഒന്ന് വരുന്നതും. ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളതാണ്. സോ ഫ്രം ടു എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ എഴുതി തന്ന വാല്യൂസും എഴുതി. അതായത് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ്, തന്ന ഡിസ്റ്റൻസ് എഴുതി, അല്ലാത്ത ഡിസ്റ്റൻസിനെ ഇൻഫിനിറ്റി ആയിട്ട്
ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അസൈൻമെൻറ്റ് പ്രോബ്ലം ആകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓരോ റോയിലെയും മിനിമം നോക്കിയിട്ട് അത് മൈനസ് ചെയ്യുക. ഇവിടുത്തെ കേസിൽ 4 ആണ് മിനിമം വരുന്നത്, സോ ഇവിടെ 0 വരും. അതേപോലെ അടുത്തതിൽ ഇവിടെയും 4 ആണ് 0 വരുന്നത്, അപ്പോൾ അതവിടെ വെട്ടി. കാരണം എന്താ, മുകളിൽ ഒരു അതേ ഡയറക്ഷനിൽ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 0 അവിടെ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് കട്ട്. കാരണം ഓൾറെഡി 0 വന്നു കഴിഞ്ഞാൽ അതിന് നേരെയുള്ള സീറോസൊക്കെ കട്ട് ചെയ്യണം എന്നുള്ള നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു 0 സെലക്ട് ചെയ്ത് അതിന് നേരെയുള്ള കോളത്തിൽ എല്ലാ സീറോസും കട്ട് ചെയ്ത് പോകുമ്പോൾ അടുത്ത റോ ഓക്കെ ഇല്ല. പിന്നെ മൂന്നാമത്തെ റോയിൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് 6 ആണ്. സോ 6 - 1 6 0 വരുന്നത് ഇതാണ്. അതിന് നേരെയുള്ള 0 ഉണ്ടെങ്കിൽ വെട്ടുക ഇല്ല. പിന്നെ അടുത്തതിൽ 4ൽ അടുത്തതുപോലെ നോക്കുക, ഇതാണ് 0 വരുന്നത്. അതായത് 4 ആണ് മിനിമം വാല്യൂ, സോ എല്ലാം 0 വരും. അപ്പോൾ ഫസ്റ്റ് 0 എടുത്തപ്പോൾ വെട്ടിപ്പോവും. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഈ ഒരു നമ്മൾ ചെയ്യുന്ന അതേ സെയിം പ്രോസസ്സ് തന്നെ. അപ്പം അടുത്തതിൽ നോക്കൂ 3 0 വരുന്നുണ്ട്, പക്ഷേ ഇത് എടുക്കില്ല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി ഈ 0 ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള 0 ക്യാൻസലായി പോകും. അതുകൊണ്ട് അവിടെ 0 കൺസിഡർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവിടെ 0 എടുക്കാം, കാരണം ഓൾറെഡി ഇവിടുത്തെ 0 ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ റോയിൽ 0 ഇല്ല, അതുകൊണ്ട് എടുക്കാം. അപ്പോൾ ഇനി ഇപ്പോൾ റോ കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, കോളം ചെയ്യണം. ബാക്കി കൂടി കിട്ടാൻ വേണ്ടി കോളം ചെയ്യണം. കോളം കൂടി ചെയ്യാൻ നിങ്ങൾക്ക് അറിയണതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം, കൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കോളം വൈസ് എക്സ്പ്ലനേഷൻ നോക്കാം. കോളം വൈസ് ചെയ്തപ്പോൾ വീണ്ടും സീറോസ് എല്ലാറ്റിലും ഒരു 0. ഈ ഫസ്റ്റ് റോയിൽ 0 വന്നു, സെക്കൻഡ് റോയിൽ, തേർഡ് റോയിൽ, ഫോർത്ത് റോയിൽ, 5 റോയിൽ 0 വന്നു. അതുപോലെ കോളത്തിൽ ഫസ്റ്റ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എല്ലാറ്റും 0 വന്നു. നമുക്കറിയാലോ റോ നോക്കിയ പോലെ കോളം നോക്കാൻ. ഇതിൽ നോക്കുക, ഫസ്റ്റത്തെ കോളത്തിൽ നമുക്കറിയാം ഏറ്റവും ചെറുത് 1 ആണ്, 1 മൈനസ് ചെയ്യുക. രണ്ടാമത്തിൽ 1 ആണ് മൈനസ് ചെയ്യുക, അടുത്തിൽ 2 ആണ് മൈനസ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് കിട്ടിയതാണ് ഇത്. ഇത്രയും കേട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം കറസ്പോണ്ടൻസ് ആയിട്ട് ഈ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ അസൈൻ ചെയ്ത വാല്യൂസിന് പകരം, അതായത് ഇവിടെ ഈ ഓരോന്നിനും കറസ്പോണ്ടൻസ് വാല്യൂ എടുത്തുകൊണ്ടാണ് നമ്മളിത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഓരോന്നിനും കിട്ടിയ വാല്യൂസ് എടുത്ത് നോക്കുക. അതായത് ഫസ്റ്റത്തെ പോർഷനിൽ 4 പ്ലസ് രണ്ടാമത്തെ പോർഷനിൽ 7 ആയിരിക്കും. ആ പ്രോബ്ലം ഫസ്റ്റ് നമുക്ക് എടുത്ത് അറിയാൻ കഴിയും. വേണമെങ്കിൽ എടുത്ത് നോക്കാം. 4 7 അങ്ങനെയാണ് പോണത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഹി സ്റ്റാർട്ട് സിറ്റി ഫ്രോം 4, അങ്ങനെ ഒരു വാല്യൂ എടുത്ത് 7 6 4 5. പിന്നെ ഓരോന്നിനും, അതായത് ഈ ഓരോ നമ്മൾ അസൈൻ ചെയ്ത വാല്യൂസും കൂടി എടുത്ത് 26 ഹവേഴ്സാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കവർ ചെയ്യാനുള്ള ടൈമായിട്ട് കണക്കാക്കുന്നത്. ഹി സ്റ്റാർട്ട്, അപ്പോൾ ഈ ചിത്രം നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. റോവൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സിറ്റി 1ൽ നിന്ന് പുറപ്പെട്ടു സിറ്റി 4ലോട്ട് പോയി. ഓക്കെ, സിറ്റി 1ൽ നിന്ന് പുറപ്പെട്ടു സിറ്റി 4ലോട്ട് പോയി. എന്നിട്ട് ഫ്രം 4ൽ നിന്ന് സിറ്റി 2ലോട്ട് വന്നു, 2ൽ നിന്ന് 3ലോട്ട് പോയി, 3ൽ നിന്നും 5ലോട്ട്, 5ൽ നിന്ന് 1ലോട്ട്. കാരണം ഈ ഡയറക്റ്റ് 5ലോട്ടാണ് വരുന്നത്. കാരണം പ്രത്യേകിച്ച് 4 എന്ന് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി 4ലോട്ട് പോയിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് 4 എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. 4 അല്ല 2 ആണ്. 2ൽ നിന്ന് ഒന്നുകൂടി പറയാം, സിറ്റി 1ൽ നിന്ന് 4, 4ൽ നിന്ന് 2, 2ൽ നിന്ന് 3. റിപ്പീറ്റ് ചെയ്യാം. 1ൽ നിന്ന് 4, 4 പിന്നെ 2. ആർക്കും ക്ലിയർ ആവാൻ പറ്റുമോ? 1ൽ നിന്ന് 4, പിന്നെ 4ൽ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്, 2ലോട്ടാണ്.
അങ്ങനെ കൊടുക്കുക. ഞാൻ മനസ്സിലാൻ വേണ്ടി 2 2-ൽ നിന്ന് 3 3-ൽ നിന്ന് വീണ്ടും 3 എന്ന് പറയണ്ട, 3-ൽ നിന്ന് തുടങ്ങുകയാണ്. 3-ൽ നിന്ന് എന്ത് ചെയ്യണം, തുടങ്ങിയിട്ട് നിങ്ങളുടെ ബോർഡ് 5-ലേക്കാണ്. 5-ൽ നിന്ന് പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോണത്, 1-ലോട്ടാണ്. അതോടുകൂടി കംപ്ലീറ്റ് ആയി പ്രോസസ്സ്. അത് തുടങ്ങിയത് തന്നെ അവസാനിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതോടുകൂടി ആ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്.